ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനാൽ ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിന്റെ മധുരം പകർന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമോന ചഷകത്തിനിരുപുറം നാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. സമയകല്ലോലങ്ങൾ കുതറുമി കരയിൽ നാം മണലിന്റെ ആർദ്രമാം മാറിടത്തിൽ ഒരു മൗനശില്പം നനഞ്ഞു തീർത്തെന്തിനു പിരിയുന്നു സാന്ധ്യവിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. Thank you, sir. Thank you. മെബു, എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. ഇപ്പൊ ദാ ശ്രീനി സാറിന്റെ സ്റ്റാൻഡിങ് ഓവേഷൻ ഒക്കെ കിട്ടിയിരിക്കുകയാണ്. അടിപൊളി, സൂപ്പർ. താങ്ക് യു. അപ്പൊ നമുക്ക് ആദ്യം സാറിനോട് തന്നെ ചോദിക്കാം അല്ലേ? ഓക്കെ ഓക്കെ ശ്രീനി സാർ. അസാധ്യ പാട്ട്, സച്ച് എ ബ്യൂട്ടിഫുൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആൻഡ് ഉഗ്രനായി പാടി. ആ ഒരു ദാറ്റ് ഈസ് മിനിമൽ ഓർക്കസ്ട്രേഷനോടുകൂടി ആ നല്ല ഒരു ശബ്ദത്തിൽ ഒരുപാട് ഫീലോടുകൂടി പാടിയാൽ വേറൊന്നും വേണ്ട. താങ്ക് യു സർ. ചരണത്തിന്റെ അവസാനത്തെ ലൈൻ മാത്രം കുറച്ച് മേ ബി ലിറ്റിൽ ബിറ്റ് യു ആർ അൺഷുവർ. അത് യു വോണ്ട് ടു സിംഗ് ഇറ്റ് അഗൈൻ വിത്ത് മേ ബി ചരണത്തിന്റെ അവസാനത്തെ ലൈൻ ബിഫോർ ഈ പല്ലവി വരുമ്പോ സമയകല്ലോലങ്ങൾ കുതറുമി കരയിൽ നാം മണലിന്റെ ആർദ്രമാം മാറിടത്തിൽ ഒരു മൗനശില്പം നനഞ്ഞു തീർത്തെന്തിനു പിരിയുന്നു സാന്ധ്യവിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി.
മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. എന്തൊരു കമ്പോസിഷനാണത്. വളരെ സിമ്പിളാണ്. ഷാബാസ് അഹമ്മൻ അല്ലേ, ഒന്നും പറയാനില്ല. ഒന്നും നല്ലൊരു താങ്ക് യു ഫോർ ദിസ് റെൻഡിഷൻ. താങ്ക് യു സർ. എനിക്ക് ഐ റിയലി ലവ്ഡ് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു ശ്രീനി സർ. ശരത് സർ. മോനെ എന്തോ സർ? ബ്യൂട്ടിഫുൾ സോങ്ങടാ. താങ്ക് യു സർ. അതിനൊരു സുഖമുണ്ട്. ഷാബാസ് എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ആസ് എ കമ്പോസർ, ആസ് എ സിംഗർ. നല്ല പാട്ട്, നല്ല പാട്ട്. ഇത് ആരാ എഴുതിയേക്കുന്നത്? റഫീഖ് അഹമ്മദ് സർ. പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ എവിടെ കൊണ്ട് പേന വെച്ചാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ എഴുതത്തുള്ളൂ. ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യനാണ്. കുറേ ഇഷ്ടമാണ് എനിക്ക് റഫീഖ് അഹമ്മദിനെ. പണ്ണാച്ചിക്കും എൻ്റെ വക സ്നേഹത്തിൻ്റെ പൂക്കൾ. കാര്യം നമ്മൾ എന്താ പറയുക, തിരക്കഥ എന്നുള്ള ഫിലിമാണ് റഫീഖ് അണ്ണാച്ചി ഞാനുമായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റഫീഖ് അഹമ്മദ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ അതിമനോഹരമാണ്. ഒരു നിവൃത്തിയില്ല, അസാധ്യത. അതായത് ഒടുവിൽ ഒരു ശോണരേഖയായി മറയുന്നു സന്ധ്യ ദൂരെ എന്നൊക്കെ ഇടുമ്പോൾ അതിനൊരു സൗണ്ടിങ് തന്നെ എന്തൊരു ഫ്രഷാണ്. അപ്പോൾ അണ്ണാച്ചിക്ക് എല്ലാം നന്മയുണ്ടാകട്ടെ. മക്കളെ പാടിയതോ വിജേഷ്ത സർ. അവൻ്റെ ആ ശബ്ദം എന്ത് ഉഗ്ര ശബ്ദമാണ്. ഇതൊരു ക്വാളിറ്റി ഉള്ള ശബ്ദമാണ്. അതാ അച്ഛൻ്റെ ക്വാളിറ്റി മകൻ്റെ ശബ്ദത്തിലുമുണ്ട്. ഞാൻ പലപ്പോഴും വിജയടുത്തും പറഞ്ഞിട്ടുള്ളതാണ്. മക്കളെ നന്നായിട്ട് പാടിയതാ. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നല്ല സുഖമായിരുന്നു. ഒന്നാമത് ഈ ഒരു പാട്ട് എന്താ പറയുക, ഇങ്ങനെ നമ്മളെ ഇങ്ങനെ അങ്ങ് ഒരു എന്താ പറയുക, അതിങ്ങനെ തലോടി തലോടി പോകുന്ന ഒരു മെലഡി. ഒരു വിധത്തിലും നമ്മൾ എന്ന് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന ഒരു ഏരിയയും ഇല്ല അതിൽ. അതെല്ലാം വളരെ സോഫ്റ്റായിട്ട് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. വെരി ബ്യൂട്ടിഫുൾ സോങ്. മക്കളെ നന്നായിട്ട് തന്നെ പാടി താങ്ക് യു സർ. കേട്ടോ. അത് മോനെ ആ ശ്രുതിയില്ലാതെ അവിടെ വന്ന് പാടിയപ്പോഴൊക്കെ നന്നായിരുന്നു. നൈസ്. എനിക്ക് ആ ഒരു നോട്ടിൻ്റെ ക്ലാരിറ്റി മോനെ, അത് തനാര ആണ് ധനീനാര, അതിനൊരു ക്ലാരിറ്റി വേണം അവിടെ. അത് ഒരു ചുംബനത്തിനായി ദാഹം അപ്പൊ ആ രണ്ട് ആ ഒരു വ്യത്യാസം പാടുമ്പോഴും ഉണ്ടാവണം മക്കളെ. അപ്പൊ അല്ലെങ്കിൽ അത് എന്താണ് കുഞ്ഞുപാടെ തെറ്റിപ്പോയെന്ന് നമുക്ക് കേൾവിക്കാൻ അങ്ങനെ തോന്നുന്നു. അങ്ങനെ വരരുത്. അപ്പൊ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ പാടി ആഹാ എന്ന് നമ്മൾ പറയും. അത്രേ ഉള്ളൂ കേട്ടോ മോനെ. അത് ഞാൻ നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാ കേട്ടോ. അങ്ങനെ വിചാരിച്ചാൽ മതി. മനോഹരമായിട്ട് പാടി, അത്രേ ഉള്ളൂ. എന്നൊക്കെയാലും നല്ലൊരു പാട്ട് എടുത്തുകൊണ്ട് വന്ന് പാടിയതിനും കുറെ സന്തോഷം മക്കളെ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ചക്രേ, ലവ് യു ഡാ. ലവ് യു ടു. താങ്ക് യു ശരത് സർ. ഷാനിക. മെബിനെ എന്തോ സർ? അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സർ. ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഷാബാസ് കാടെ ഒരു ഭയങ്കര ഡെലിക്കറ്റ് കമ്പോസിഷൻ, ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നിപ്പിക്കും, പക്ഷെ അതിന്റെ ഉള്ളിൽ ഭയങ്കര ലൈഫുള്ള ഒരു പാട്ട്. അത് ഓഫ് കോഴ്സ് റഫീഖയുടെ എഴുത്ത്, വിജയുടെ വോയിസ് എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അതുകൊണ്ട് സൂപ്പർ സോങ് സെലക്ഷൻ, അത് ഒന്നും പറയാനില്ല. താങ്ക് യു സർ. പിന്നെ നന്നായിട്ട് പാടി. എനിക്ക് ആകെ ചില സ്ഥലങ്ങളിൽ ഈ മറ്റേ മെട്രോണും കുറച്ച് ടെമ്പോ പോകുന്ന പോലെ മാത്രം എനിക്ക് ഫീൽ ചെയ്തു, ചിലയിടങ്ങളിൽ മാത്രം. പിന്നെ പാടിയത് ഇപ്പം പ്രണയത്തിനാൽ മാത്രം ഒന്ന് പാടുമ്പോൾ അവിടെ ഭയങ്കര ഡെലിക്കറ്റ് ആണ് അവിടെ. അത് ഭയങ്കര രസമായിട്ടാണ് മെബു പാടിയത് നീ കേട്ടോ. പിന്നെ എടാ നീ പാടിയത് മധുരം പകർന്നൊരു ചുണ്ടുമായെന്നാ, ഇവിടെ എഴുതിയത് പടർന്നൊരു ചുണ്ടുമായെന്നാണ്. അത് ഏതാണ്? വല്ലപ്പെടുത്തോണ്ടോ? പകർന്നു. രണ്ടും അർത്ഥം വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് എഴുതിയ റഫീഖ ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാലേ അതല്ല എന്ന് വന്നിട്ട് പറയും. അദ്ദേഹത്തിന്റെ എഴുത്ത് എനിക്ക് നമ്മൾ ഇതിന് മുന്നേയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റഫീഖയോട് ഞാൻ ചോദിച്ചതാ, മഴ കൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ അത് മഴ കൊണ്ടിട്ടാണോ അതോ മഴ കൊണ്ട് മാത്രം ആണോ? അത് എന്താ കേൾവിക്കാരന്റെ ഇതനുസരിച്ച് ഓൾറെഡി പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് പകർന്നൊരു ആണെങ്കിലും പടർന്നൊരു ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഐ തിങ്ക്. അത്രേ ഉള്ളൂ മോനെ. അടിപൊളിയായിട്ട് പാടി കേട്ടാ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ലിറിക്സിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് അറിഞ്ഞൂടാ. ബട്ട് റഫീഖ് അഹമ്മദോട്, അദ്ദേഹത്തിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്. ആൻഡ് എന്തൊരു റൈറ്റിംഗ് ആണ്, എന്തൊരു അമേസിങ്. ഞാൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമിൽ കമ്പോസർ, ഐ വാസ് എ മ്യൂസിക് ഡയറക്ടർ. അതിൽ റഫീഖ് അഹമ്മദാണ്. അപ്പോൾ
റോഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. എല്ലാം മോസ്റ്റ്ലി എല്ലാത്തിനും എല്ലാ പാട്ടും ട്യൂണിനാണ് എഴുതിയെന്ന് തോന്നുന്നു. യെസ്, എല്ലാ പാട്ടും ട്യൂണിനാണ് എഴുതിയത്. ഒരു പാട്ട് മാത്രം ഐ തിങ്ക് ജയരാജ് റോട്ട് ആൻഡ് ദെൻ ഐ ട്യൂൺഡ് സംതിങ് ലൈക്ക് ദാറ്റ്. സോ റഫീഖ് അഹമ്മദ്, ഐ ഹാഡ് ഗ്രേറ്റ് ടൈം വർക്കിംഗ് വിത്ത് ഹിം. നല്ല താങ്ക് യു മനുഷ്യൻ. സർ. യെസ്. അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. മോനെ അതുപോലെ നീ പാടുമ്പോഴും ഷാനെ ഞാൻ നമ്മുടെ ഷഹബാസ് ഇത് പാടുന്നതിനടുത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ടോൺ ഉണ്ടല്ലോ, അതെ, അതെ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഹാർമോണിയം വെച്ച് പാടുന്നത്. ഞാനതിങ്ങനെ ഷഹബാസ് പാടുന്നത് പോലെ എനിക്കിങ്ങനെ ഞാനത് ഫീൽ ചെയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാട്ട് എനിക്ക് കുറേ ഇഷ്ടമാണ്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ, ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നീ അങ്ങനെ വിഷമിക്കണ്ട. ഓക്കെ, ശരത് സർ. യെസ്, കുറവാ 9 മാർക്സ് മോനെ. താങ്ക് യു സർ. കുറവാ, ഒരു 9 മാർക്സ് പിടിച്ചോന്നൊക്കെ. ഓക്കെ, താങ്ക് യു സർ. ഷാനിക്ക. 9. താങ്ക് യു സർ. ശ്രീനി സർ. 12. ഓക്കെ, ടോട്ടൽ 18 മാർക്സ്. അടിപൊളി. താങ്ക് യു. ഇനി 2 റൗണ്ട്സ് ഉണ്ട് അല്ലേ? ഓൾ ദ ബെസ്റ്റ്.